പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 15 കത്തോലിക്ക സഭ ആവിലായിലെ വിശുദ്ധ ത്രേസ്യായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമ്മൾ പൊതുവെ ഈ വിശുദ്ധയെ വിളിക്കുന്നത് അമ്മ ത്രേസ്യ എന്നാണ്. യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യ എന്നാണ് ആഗോള സഭ ഈ വിശുദ്ധയെ വിളിക്കുന്നത്. യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യ വളരെ മിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിശുദ്ധയാണ്. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഈ വിശുദ്ധയെ അറിയാൻ സാധിക്കണമെന്നില്ല. നമ്മുടെ കോഴിക്കോട് രൂപതയുടെ കീഴിൽ മാഹിയിൽ വലിയൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അത് വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തീർത്ഥാടന കേന്ദ്രമാണ്. അത് വളരെ അത്ഭുതങ്ങളും ദൈവസാന്നിധ്യമൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ അമ്മ ത്രേസ്യ അത്രയും ആളുകൾക്ക് പരിചയമില്ല, പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമുള്ളത്. നമുക്ക് ഇന്ന് ഒക്ടോബർ 15 നമ്മൾ ഈ വിശുദ്ധയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമുക്ക് പ്രത്യേകം ഈ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. നമ്മൾ ജനിച്ചിരിക്കുന്നത് തന്നെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അങ്ങനൊരു ബോധ്യമുണ്ടായിരുന്ന വിശുദ്ധയാണ്. മരിക്കുമ്പോഴിങ്ങനെ പറഞ്ഞു, തിരുസഭയുടെ ഒരു മകളായി മരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, പുണ്യപൂർണതയ്ക്കാവശ്യമായ മാർഗം സഭയ്ക്ക് കാണിച്ചു കൊടുക്കാൻ അങ്ങ് ആത്മാവ് വഴി യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യയായി അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ സ്വർഗീയ പ്രബോധനങ്ങളുടെ അനുഭവത്താൽ സദാ പരിപോഷിതരാകാനും യഥാർത്ഥ വിശുദ്ധിക്കായുള്ള ആഗ്രഹം ഉജ്ജ്വലിപ്പിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്കു തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തർക്കും താൻ തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിലും ക്രോധത്തിനും പാത്രമാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖംനോട്ടമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവേ, അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകുന്നു. കർത്താവേ, കർത്താവേ, അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകുന്നു. പ്രവൃത്തി കൊണ്ട് ഫലം നൽകുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. കർത്താവേ, അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. കർത്താവേ, അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകുന്നു. പ്രവൃത്തി കൊണ്ട് പ്രതിഫലം നൽകുന്നു. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. കർത്താവേ, അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്കവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുളി ചെയ്തു, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. അതിൻ്റെ മീതെ നടക്കുന്നവൻ അതറിയുന്നുമില്ല. നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം! താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ അമ്മത്രേസ്യായുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ അമ്മത്രേസ്യ ഇത്ര നല്ലൊരു വിശുദ്ധയായിട്ട് സഭ വിശുദ്ധയെ ബഹുമാനിക്കുന്നതിന് കാരണം എന്താണ്? വലിയൊരു തീക്ഷ്ണത, വലിയ ബോധ്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ വനിതാ വേദപാരംഗത എന്നാണ് ഈ വിശുദ്ധയെ വിളിക്കുന്നത് സഭ. 12-ാം വയസ്സിൽ അമ്മ മരിച്ചുപോയി. അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മ ഒത്തിരി രക്തസാക്ഷികളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് 7-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി എവിടെയെങ്കിലും പോയി കർത്താവിന് വേണ്ടി മരിക്കണം, കർത്താവിന് വേണ്ടി പെട്ടെന്ന് മരിച്ചാൽ ദൈവസന്നിധിയിലെത്താം, ദൈവത്തെ കാണാം. അതാണ് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ കിട്ടിയ ബോധ്യം. അങ്ങനെ സഹോദരനെ വിളിച്ചുകൊണ്ട് ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരനെ വിളിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങി. പിന്നെ വീട്ടുകാർ നോക്കിയിട്ട് കാണുന്നില്ല, പുറകെ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെ 12-ാം വയസ്സിൽ അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ മരിച്ചുപോയപ്പോഴും പിന്നെ പരിശുദ്ധ അമ്മയെ തൻ്റെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക അടുപ്പം പരിശുദ്ധ അമ്മയോട് വിശുദ്ധ കാണിച്ചിരുന്നു. ഈ വിശുദ്ധയ്ക്ക് ഇങ്ങനെ മാരകമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്രായത്തിൽ. വിശുദ്ധയ്ക്ക് സൗഖ്യം കിട്ടിയത് വിശുദ്ധ യൗസേപ്പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാണ് എന്നൊരു ബോധ്യമുണ്ട്. ഈ വിശുദ്ധയാണ് കേരളത്തിൽ യൗസേപ്പിതാവിനോടുള്ള ഭക്തി ഇത്രയധികം വളർത്തിയെടുക്കാൻ സഹായകമായിട്ടുള്ളത്. ഇനി ഈ വിശുദ്ധയുടെ ഒരു ആത്മീയ ഗുരുവുണ്ട്, അത് ഒരു വിശുദ്ധനാണ്, വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയോ. ഇനി ഈ വിശുദ്ധ മരിക്കുമ്പോഴും സഭ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആനി ഗാർസിയ, അങ്ങനൊരു വിശുദ്ധയുടെ കൂടെ ഇവരൊരുമിച്ചാണ് സേവനങ്ങൾ ചെയ്തിരുന്നത്, ഒരുമിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അവിടെ മരിക്കുമ്പോഴും ഈ ആനി ഗാർസിയയുടെ മടിയിൽ തലവെച്ചിട്ടാണ് അങ്ങനെയാണ് മരണമടഞ്ഞത്. അങ്ങനെ പറഞ്ഞ അവസാനത്തെ വാക്കുകൾ, തിരുസഭയുടെ ഒരു കുഞ്ഞായി, ഒരു മകളായി മരിക്കുന്നതിൽ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ വിശുദ്ധയ്ക്ക് ഇങ്ങനൊരു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ, വിശുദ്ധരുടെയൊക്കെ ഒരു കൂട്ടായ്മ, നല്ല വിശുദ്ധയായ അമ്മയുടെ ഒരു പ്രത്യേക സഹായം, വളർത്തൽ, മാതൃക ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ മനസ്സിലാക്കിയൊരു കാര്യമാണ്, അനുഗ്രഹം നേടലല്ല, ജീവിത വിശുദ്ധിയാണ് പ്രാർത്ഥന. അനുഗ്രഹം നേടലല്ല, ജീവിത വിശുദ്ധിയാണ് പ്രാർത്ഥന. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കുറേ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. ജീവിത വിശുദ്ധിയോ, ദൈവത്തെ കാണണമെന്നോ, ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കണമെന്നോ, ദൈവത്തോടുള്ള അടുപ്പത്തിൽ ഒരുപടി കൂടി വളരണമെന്നോ ഒന്നും ശരിക്കും ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും ആഗ്രഹമില്ല. സത്യമല്ലേ? എല്ലാവർക്കും എന്തെങ്കിലും അനുഗ്രഹം കിട്ടണം, ജോലി കിട്ടണം, കുഞ്ഞുണ്ടാകണം, കടബാധ്യത മാറണം, വിവാഹം നടക്കണം, വീട് പണിയണം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ദൈവത്തോട് അടുക്കണമെന്നല്ല. നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും
ഈ പെട്ടെന്ന് ഈ ആഗ്രഹമൊക്കെ നടക്കണം. അതാണ് ചിലർ കുറുക്ക് വഴികളൊക്കെ തേടും, പെട്ടെന്ന് ദുരാചാരങ്ങളിൽ പെട്ടുപോകും. അപ്പോഴും ദൈവത്തോടടുക്കുന്നില്ല. അതാണ് ഇത് പരിശുദ്ധാത്മാവ് കൊടുത്തൊരു ബോധ്യമാണ്. യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യ എന്ന് പറയുമ്പോൾ തന്നെ ഈശോയുടെ സ്വന്തമായി ഇരിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം, യേശുവിൻ്റെ സ്വന്തമാകാനായിട്ടുള്ള വിളിയാണ് നമ്മുടേത്. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വചനം. അതാണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തം. അതാണ് അങ്ങനെയായി. അതുകൊണ്ടാണ് സഭ പോലും യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യ. കുറേ ത്രേസ്യമാരുണ്ട് ഇല്ലേ? കുറേ ത്രേസ്യമാർ, കൊച്ചു ത്രേസ്യയുണ്ട്, അതുപോലെ നമുക്ക് മദർ തെരേസയുണ്ട്. മദർ തെരേസയിൽ കൽക്കട്ടയിലെ വിശുദ്ധ ത്രേസ്യ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ ത്രേസ്യയെ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ എന്നല്ല കുർബാന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യ എന്നാണ്. അപ്പോൾ തന്നെ പിന്നെ പരിശുദ്ധാത്മാവിനോടുള്ള വിധേയത്വം, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതൊരു ബോധ്യമാണ്. ധൂർത്തപുത്രൻ്റെ കാര്യം എടുക്കുമ്പോൾ ആദ്യം ദൈവം വേണ്ട, അപ്പം വേണ്ട, വീടൊക്കെ വിട്ടു പോയി. ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറയുന്ന വചനം ലൂക്ക 15:17 അപ്പോൾ അത് പരിശുദ്ധാത്മാവാണ്, സുബോധം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അത് യോഹന്നാൻ 16:8. അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവാണ് ധൂർത്തപുത്രനെ നയിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് അവനൊന്നും ചോദിക്കുന്നില്ല. അപ്പാ ഞാൻ പട്ടിണിയാണപ്പാ, അപ്പാ എനിക്ക് വസ്ത്രമില്ലപ്പാ, ഒന്നും പറയുന്നില്ലല്ലോ. അവൻ പാപം മാത്രം പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ, അതാണ് വിശുദ്ധ പറഞ്ഞു വയ്ക്കുന്നത്. അനുഗ്രഹം ചോദിക്കലല്ല, വിശുദ്ധീകരണമാണ് പ്രാർത്ഥന. അനുഗ്രഹം ചോദിക്കലല്ല. നമ്മളുടെ വിചാരം കുറേ ഇങ്ങനെ അനുഗ്രഹം ചോദിക്കുക. ഈ ജപമാല മാസത്തിൽ പോലും നമ്മൾ ഒത്തിരി ജപമാലയൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷെ പല വിചാരത്തിലല്ലാതെ ദൈവത്തോടുള്ള അടുപ്പത്തിലേക്ക് വരാൻ ആ ജപമാല സഹായിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ചൊല്ലിക്കൂട്ടുന്നതൊക്കെ വ്യർത്ഥമാണ്. യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലും ഈ ഫരിസയരും അവർ പല പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അവർ പ്രമുഖ സ്ഥാനം തേടി, അവർ അഭിവാദനങ്ങൾ ഇഷ്ടപ്പെട്ടു, മനുഷ്യരുടെ ചുമലിൽ താങ്ങാനാവാത്ത ചുമടുകൾ വെച്ചു കൊടുത്തു. അവർ വിചാരിക്കുന്നത് അവർക്കത് തെറ്റാണെന്നേ തോന്നുന്നില്ല, തെറ്റാണെന്ന് മനസ്സിലാകുന്നേ ഇല്ല. അവർ ചെയ്യുന്നത് ശരിയാണെന്നാണ് വിചാരം. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. അതാണ് ഇന്നത്തെ 1-ാം വായനയിലും അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അതാണ് അപ്പൻ്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച മൂത്ത മകൻ ഇളയ മകൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ വിചാരം, ഞാൻ എത്ര നാളായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒന്നും തന്നില്ല. അവന് യഥാർത്ഥത്തിൽ ആ ഒരു മകനെന്ന ബോധം പോലുമില്ല. അതാണ് അവൻ വിധി വരുന്നത്, അതിനുള്ള യോഗ്യത നമുക്കില്ല. അവൻ പിന്നെ വിധിക്കുകയാണ്, ഇളയവനെ വിധിക്കുകയാണ്. അപ്പോൾ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. പിന്നെ തുടർന്ന് പറയുന്നത്, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ഒരു കുഞ്ഞു മകളായിട്ടൊക്കെ നമ്മളിങ്ങനെ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാണിത്. നമുക്കൊന്നിനെയും വിധിക്കാനോ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങൾ ആഗ്രഹിക്കാനോ, നമുക്ക് അതിന് പകരം ദൈവത്തോട് ചേർന്ന് വരാനാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവം തരുമ്പോൾ തരട്ടെ. അതാണ് ധൂർത്തപുത്രൻ വീട്ടിൽ വന്നിട്ട് ഒന്നും ചോദിക്കുന്നില്ല, അവന് പിന്നെ അപ്പനെ മതി. അതാണ് ഈ വിശുദ്ധ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ യേശു മതി. അതാണ് തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കണം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ അങ്ങയുടേതാണ്, കാരണം ഞാൻ ജനിച്ചിരിക്കുന്നത് തന്നെ അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റാനാണ്. ഞാൻ അങ്ങയുടേതാണ്, ഞാൻ വേറെ ആരുടെ അല്ല. അത് ആ ധൂർത്തപുത്രന് ബോധ്യമുണ്ടായതുകൊണ്ടാണ് തിരിച്ചു വന്നത്. ഞാൻ വീട്ടിൽ നിൽക്കേണ്ട മകനാണ്. വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ
മകൻ ഇവിടെ വല്ലയിടത്തും വിശന്ന് മരിക്കുന്നു. നമ്മളിങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ദൈവ വഴിയിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തോട് ചേർന്ന് വരിക എന്ന് തന്നെയാണ്. അതാണ് ഈ ഒരു ബോധ്യം ഈശോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഫരിസേയന് കിട്ടുന്നുണ്ട്. അത് ഒരു കുറച്ച് പേരോട് ഇങ്ങനെ പറയുകയാണല്ലോ. അത് ഒരു നിയമജ്ഞൻ എന്നാ പറയുന്നത്. നിയമജ്ഞൻ ഇങ്ങനെ പറയുകയാണ്, ഗുരു നീ ഇങ്ങനെ പറയുമ്പോൾ, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത് കൊണ്ടു, ഈശോ പറയുന്നത് കൊണ്ടു. നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ, നമ്മളിപ്പോഴും ദൈവബന്ധമല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. ദൈവബന്ധം ആഗ്രഹിക്കണം. ദൈവബന്ധമാണ് നമുക്ക് വേണ്ടത്. യഥാർത്ഥത്തിൽ ആത്മീയത പലരുടെയും വിചാരം കുറേ ചൊല്ലിക്കൂട്ടുന്നതാണ്. ഞാനിന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നത് ഇന്നത്തേത് ചൊല്ലിത്തീർത്തിട്ടില്ല. അതാണ് പലരുടെയും വിചാരം. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചൊല്ലിത്തീർത്തിട്ടില്ല. അങ്ങനെയല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവബന്ധമാണ്. അതാണ് അനുഗ്രഹം ചോദിക്കലല്ല, ജീവിത വിശുദ്ധീകരണമാണ് പ്രാർത്ഥന. ഈ വിശുദ്ധ അങ്ങനെ പറയുകയാണ്, അനുഗ്രഹം ചോദിക്കലല്ല, ദൈവത്തോട് അടുത്ത് വരികയാണ്. അപ്പോൾ ആത്മീയത ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷം പൂർത്തിയാകുകയാണ്. 16-ാം തീയതിയാണ് ഞാൻ വന്നത്, ഒക്ടോബർ 16-ാം തീയതി. എനിക്ക് ഇവിടെ നാട്ടിലൊന്നും പോകാതെ ഇവിടെ 1 വർഷം ആ സമർപ്പണം ഞാൻ പൂർത്തീകരിക്കുമ്പോൾ മാതാവേ അമ്മയുടെ സന്നിധിയിൽ അങ്ങനെ 1 വർഷം ഒരിടത്തും പോകാതെ ഇവിടെ തന്നെ നിന്ന് ശുശ്രൂഷയാൻ സാധിച്ചതിനോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യം, ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുക, എന്നിട്ട് നടപടി സ്വീകരിക്കുക. അതാണ് ആത്മീയത. അതൊരു പാപിയാണെങ്കിൽ പാപം ഉപേക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അപ്പം ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നിയമജ്ഞൻ പറയാണ്, ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ തന്നെയാണ് നീ അപമാനിക്കുന്നത്. കാരണം അങ്ങനെ മാറ്റമുണ്ടാകണം, ഹൃദയത്തിലൊരു ചലനമുണ്ടാകണം. അങ്ങനെ ചലനമുണ്ടായ വ്യക്തിയാണ് ആ ധൂർത്തപുത്രൻ. അതുകൊണ്ട് മൂത്ത മകൻ വീട്ടിൽ അവനെ വിധിച്ച് പിറുപിറുത്ത് സംസാരിക്കുമ്പോൾ ഇവൻ ഒന്നും മിണ്ടേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ ആഗ്രഹം എന്താ? ഈ വിശുദ്ധ ആഗ്രഹിച്ച പോലെ ഈശോയെ കാണണം. അതുകൊണ്ട് രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചു. ദൈവമാണ് എൻ്റെ സ്വത്ത് എന്ന് ധൂർത്തപുത്രൻ തിരിച്ചറിഞ്ഞതുപോലെ ദൈവത്തിലേക്ക് വരണം. അതാണ് വേദപാരംഗത. അങ്ങനെ പ്രണിധാന പ്രാർത്ഥന, കോണ്ടംപ്ലേഷൻ എന്ന് പറയും. അത് ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ച് കോൺസെൻട്രേഷനിലേക്ക് വരും. പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ. അതാണ് പണ്ട് കൊടും തപസ് ചെയ്യുന്ന മഹർഷിമാരുടെ കഥകൾ വായിച്ചിട്ടില്ലേ? അവരിങ്ങനെ ചിതൽപ്പുറ്റൊക്കെ മൂടിപ്പോവും, അവർ പോലും അറിയില്ല. അവരുടെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, അല്ലയോ ദാസ, നിന്നെ ഞാൻ സംപ്രീതനായിരിക്കും, നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കും. അതാണ് ആ പ്രണിധാന പ്രാർത്ഥനയുടെ ഒരു വക്താവ് കൂടിയാണ്. അതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യുകയും സഭയെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ, യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യ. നമുക്ക് അത് കോർ ലെവലിലേക്ക് വരണം, ഉള്ളിലേക്ക് വരണം, പ്രാർത്ഥനയുടെ ഉള്ളിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴാണ് നിശബ്ദത വരുന്നത്. അതാണ് മറിയത്തിൻ്റെ നിശബ്ദത, യൗസേപ്പ് പിതാവിൻ്റെ നിശബ്ദത, ഈശോയുടെ നിശബ്ദത. അങ്ങനെ മറിയത്തെയും ഈശോയെയും യൗസേപ്പ് പിതാവിനെയും മാതൃകയാക്കിയ വിശുദ്ധ ത്രേസ്യ. അവിടെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മാത്രമേ പറയുള്ളൂ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നെ നിറവേറ്റ. ഒന്നും ചോദിക്കല. ധൂർത്തപുത്രൻ ഒന്നും ചോദിച്ചില്ല. ഈശോ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റ. അതാണ് പ്രാർത്ഥന. ജീവിത വിശുദ്ധീകരണമാണ്, ദൈവത്തിൻ്റെ മനസ്സോട് ചേർന്ന് വരലാണ്, ദൈവ സാന്നിധ്യം മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതാണ്. അങ്ങനെ സഖ്യവൂസ് ജീവിതത്തിൽ മാറ്റം വരുത്തി, മരത്തിലൊക്കെ ചാടിക്കേറി ജീവിതത്തിൽ മാറ്റം വരുത്തി. അതുപോലെ ധൂർത്തപുത്രൻ മാറ്റം വരുത്തി, നല്ല കള്ളൻ മാറ്റം വരുത്തി. ഇവരൊക്കെ പാപികളാണ്, തെറ്റ് ചെയ്തവരാ. പക്ഷെ ആ ബർത്തമയോസ് എന്തു തെറ്റ് ചെയ്തു? ബർത്തമയോസ് അന്ധയാചകനാണ്, അവൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവൻ ഈശോ, കണ്ണു കാണാത്തവൻ ഈശോ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു, ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ. പലരും ശകാരിച്ചു, അവനത് മൈൻഡ് ചെയ്തില്ല. അവൻ പിന്നെയും ഈശോയെ വിളിച്ചു. ഈശോ അത് കേട്ടു, അവന് സൗഖ്യം കൊടുത്തു. കണ്ടോ, ദൈവ സാന്നിധ്യം തിരിച്ചറിയുക, നടപടി സ്വീകരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അതാണ് ധൂർത്തപുത്രന് സംഭവിച്ചതാ. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞു, നടപടി സ്വീകരിച്ചു, അവനെല്ലാം കിട്ടി. അപ്പൻ കെട്ടിപ്പിടിച്ച് ചുംബിക്ക വരെ ചെയ്തു, അവന് ചോദിക്കാത്ത മോതിരം വരെ കിട്ടി. അതാണ് ഈ
വിശുദ്ധ ത്രേസ്യ പഠിപ്പിക്കുന്നതാണ്, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക, നടപടി സ്വീകരിക്കുക, ദൈവമായിട്ട് ഒന്നായിത്തീരുക. അതാണ് ഞാൻ നിന്നിൽ ലയിക്കുന്നത് വരെ. ഈ ഒരു സംഭവം വേദം പാരംഗത എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇത്രയും ആത്മീയതയുടെ ഉന്നതിയായിട്ടുള്ള അവസ്ഥകളിലേക്ക് കയറി ചെന്നിട്ടുള്ളത് കൊണ്ടാണ്. നമുക്കതുകൊണ്ട് ഇത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ചോദിക്കലൊക്കെ നിർത്തും. ദൈവമേ, ഞാനിവിടെ ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങേക്ക് എന്നെ അറിയാമല്ലോ. അങ്ങറിയാതെ ഞാൻ ഈ ഭൂമിയിലേക്ക് വരികയില്ല. എൻ്റെ ജീവിതാവസ്ഥകളും എല്ലാം അറിയുന്നവനാണ് ദൈവം. എനിക്ക് ആവശ്യമുള്ളത് തരണമേ. എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കാനുള്ള കൃപ തന്നാൽ മതി. അങ്ങയോട് അടുത്തടുത്ത് വരാനുള്ള കൃപ തന്നാൽ മതി. അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള കൃപ തന്നാൽ മതി. ഒരു തെറ്റ് ചെയ്യുമ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തിൽ ആ തെറ്റാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരാനുള്ള കൃപ എനിക്ക് മതി. പരിശുദ്ധ അമ്മേ, അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ, അത് മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട. ഞാനിതാ അങ്ങയുടെ കൂടെ ദാസിയെപ്പോലെ ദാസനെപ്പോലെ അടിമയായി നിന്നുകൊള്ളാം, അങ്ങ് പറഞ്ഞതൊക്കെ കേട്ട് നിന്നോളാം എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകട്ടെ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. പരിശുദ്ധമ്മേ, ഈ തീർത്ഥാടനം വിജയകരമായി പൂർത്തീകരിക്കുവാനും പരിശുദ്ധമ്മയുടെ അഭിഷേകത്തോടുകൂടെ വീട്ടിലേക്ക് തിരികെ പോകാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിതാ അലിവോടെ ജീവയാഗം തിരുബലിയായി മാറ്റിടണേ. ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിതാ അലിവോടെ ജീവയാഗം തിരുബലിയായി മാറ്റിടണേ. തിരുവോസ്തിയാൽ എന്നെ തഴുകിടുവാൻ, തിരുരക്തത്താൽ എന്നെ കഴുകിടുവാൻ, തിരുവോസ്തിയായി എന്നെ തഴുകിടുവാൻ, തിരുരക്തത്താൽ എന്നെ കഴുകിടുവാൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, വിശുദ്ധ ത്രേസ്യായുടെ അർപ്പണ ശുശ്രൂഷ അങ്ങേക്ക് വളരെയേറെ പ്രീതികരമായ പോലെ ഞങ്ങളുടെ കാണിക്കകളും അങ്ങേ മഹിമയ്ക്ക് സ്വീകാര്യമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ,
അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. വീടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാല് പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴ
കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യായോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് ഒന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ അപ്പത്താൽ അങ്ങ് പരിപോഷിപ്പിച്ച അങ്ങയോട് വിധേയത്വമുള്ള ഈ കുടുംബം വിശുദ്ധ ത്രേസ്യായുടെ മാതൃകയാൽ അങ്ങ് കാരുണ്യമനവരതം പാടി പുകഴ്ത്തുന്നതിൽ സന്തോഷിക്കാനിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.